നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട മാലക്കരയിൽ മതിൽ ഇടിഞ്ഞു വീണ് 2 അതിഥി തൊഴിലാളികൾ മരിച്ചത് ബീഹാർ സ്വദേശി ഗിഡു കുമാർ, പശ്ചിമ ബംഗാൾ സ്വദേശി രതൻ മണ്ഡൽ എന്നിവർ. 2 പേർക്ക് ഗുരുതര പരിക്ക്. റൈഫിൾ ക്ലബിന്റെ കോമ്പൗണ്ടിൽ നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം. പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് ബ്ലാക്ക് മാജിക് ബന്ധം. വെള്ളറട സ്വദേശി ജോസിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചു. മകൻ പ്രജിൻ ജോസിന്റെ ബ്ലാക്ക് മാജിക് ബന്ധമാണ് കൊലപാതകത്തിന് എത്തിയതെന്നാണ് കുടുംബത്തിന്റെ സംശയം. സ്വതന്ത്ര ജീവിതത്തിന് അനുമതി നൽകുന്നില്ലെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് പിതാവിന് വെട്ടിക്കൊന്ന ശേഷം പ്രജിൻ പോലീസിൽ കീഴടങ്ങിയത്. പ്രജിന്റെ മുറിയിൽ കുടുംബാംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടികളും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. പാതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കേസെടുത്ത പോലീസ്. പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് CN രാമചന്ദ്രനെ പ്രതി ചേർത്തത്. കേസിലെ 3ാം പ്രതിയാണ് CN രാമചന്ദ്രൻ. ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം KSSന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ്. സായിഗ്രാം ഡയറക്ടർ ആനന്ദ് കുമാറിന് പണം നൽകിയിട്ടുണ്ട് എന്ന് പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ. വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ടെന്നും തെളിവെടുപ്പിനിടെ അനന്തു. പുന്നുരുണിയിലെ ഓഫീസിലും കലൂർ ജനതാ റോഡിലെ വീട്ടിലുമാണ് അനന്തു കൃഷ്ണനുമായി തെളിവെടുപ്പ് നടത്തിയത്. കേസിൽ 3ാം സ്ഥലത്തെ പരിശോധനയും പൂർത്തിയായി. പനമ്പള്ളി നഗറിലെ സോഷ്യൽ വിവെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയനായ സായിഗ്രാം ഡയറക്ടർ ആനന്ദ് കുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സമാന്തര പ്രവർത്തനം നടത്തിയാൽ NGO കോൺഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുമെന്ന് അംഗങ്ങൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ആനന്ദ് കുമാർ കഴിഞ്ഞ മെയ് മാസത്തിൽ NGO കോൺഫെഡറേഷൻ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത്. പാതിവില തട്ടിപ്പിൽ പറവൂർ പോലീസിൽ ഇന്നലെ മാത്രം ലഭിച്ചത് 275 പരാതികൾ. ഇതോടെ ആകെ പരാതികൾ 535ആയി. വരാപ്പുഴയിൽ മാത്രം 17 പരാതികൾ. ജനസേവാ നിധി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെയാണ് പരാതി നൽകിയത്. പണം നഷ്ടമായവർ പറവൂർ മുനിസിപ്പൽ പാർക്കിൽ ഒത്തുചേർന്നു. പാതിവില തട്ടിപ്പിൽ വിപുലമായ അന്വേഷണത്തിന് തീരുമാനം. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ക്രൈംബ്രാഞ്ച് ADGPയുമായാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം. ക്രൈംബ്രാഞ്ചിനൊപ്പം നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തും. അന്വേഷണ സംഘത്തെ നാളെ തീരുമാനിച്ചേക്കും. പാതിവില തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ പണം വാങ്ങി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. താൻ പണം നൽകിയതായി വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CV വർഗീസ്. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതായി CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂരിലുണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാകാത്തതാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ വിഷയം ബാധിച്ചു. സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കണമെന്നും പ്രവർത്തന റിപ്പോർട്ട്. തൃശൂർ മേയർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശം. 2.5 വർഷത്തിനു ശേഷം മേയർ പദവി CPMന് വെച്ചുമാറാമെന്നായിരുന്നു ധാരണയെങ്കിലും നടപ്പായില്ലെന്ന് വിമർശനം. തിരുവനന്തപുരം നിയമസഭാ സീറ്റ് CMPക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചന. CMP ജനറൽ സെക്രട്ടറി CP ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യും. CP ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറെന്ന സൂചന. ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ്. ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നം തോന്നലുകളാണ്. LGBT തന്നെ പ്രകൃതി വിരുദ്ധതയാണ്. ജെൻഡർ പൊളിറ്റിക്സിന്റെ പേരിൽ ഒളിച്ചു കടത്തുന്നത് സദാചാര വിരുദ്ധതയാണെന്നും സ്ത്രീ പുരുഷ സമത്വമല്ലെന്നുമാണ് ലീഗ് നിലപാട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം വല്ലതും പഠിച്ചിട്ടാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും ഫിറോസ് പരിഹസിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. UDFൽ മുഖ്യമന്ത്രി പദവിക്ക് അർഹത കോൺഗ്രസിന് തന്നെയാണ്. കഴിവുള്ള ഒന്നിലേറെ പേർ കോൺഗ്രസിലുണ്ട്. ലീഗ് ഒരിക്കലും സ്ഥാനം ആവശ്യപ്പെട്ടുള്ള തർക്കത്തിനുണ്ടാകില്ലെന്നും CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് പ്രത്യേക സാഹചര്യത്തിലാണെന്നും ഫിറോസ് പ്രതികരിച്ചു. PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്ന പ്രചാരണത്തിൽ ഒരു വസ്തുതയുമില്ലെന്നും ഫിറോസ്.
സമ്മേളനത്തിൽ വിമർശനമുണ്ടായി എന്ന മാധ്യമ വാർത്തകളെ പരാമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കൽ മാത്രമല്ല, സമ്മേളനത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സമ്മേളന പ്രക്രിയയാണ് നടന്നതെന്നും MV ഗോവിന്ദൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF വോട്ടുകളും ചോർന്നുവെന്ന് CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട്. UDFന്റെ വോട്ടുകൾ വൻതോതിൽ ചോർന്നപ്പോൾ LDFന്റെ വോട്ടുകൾ ചെറിയ തോതിൽ ചോർന്നു. സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിച്ച വോട്ടുകളാണ് നേട്ടമായതെന്നും CPM പ്രവർത്തന റിപ്പോർട്ടിൽ. തൃശൂരിലെ പുതിയ DCC പ്രസിഡന്റ് മുരളീധരന്റെ നോമിനി K മുരളീധരൻ അനുകൂലികൾ ജോസഫ് ടാജറ്റിനെ നിയമിച്ചതിനെ സ്വാഗതം ചെയ്തു. ജോസഫ് സർവസമ്മതനെന്ന് സജീവൻ കുരിയച്ചിറ. ഇത്രയേറെ നേതാക്കൾ പിന്തുണച്ച ഒരു DCC പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഇതാദ്യമെന്നും അഭിപ്രായം. DCCയിലെ സംഘർഷത്തിന്റെ ഭാഗമായി പാർട്ടി തനിക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കുമെന്ന് സജീവൻ കുരിയച്ചിറ. പിൻവലിക്കുമെന്ന ഉറപ്പ് ലഭിച്ചു. പുതിയ DCC പ്രസിഡന്റ് ചാർജ് എടുത്ത ശേഷം സസ്പെൻഷൻ പിൻവലിക്കുമെന്നാണ് വിവരമെന്നും സജീവൻ. DCC ഓഫീസിലെത്തിയ സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചു എന്ന ആരോപണമാണ് കൂട്ടത്തല്ലിലേക്ക് നയിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനം. അർഹമായ ന്യൂനപക്ഷ അവകാശം കിട്ടുന്നില്ല, ഇത് കടുത്ത അവകാശ ലംഘനമെന്ന് ഇടയലേഖനത്തിൽ. കേരള മോഡലിന് ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവന ഓർമ്മിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ വിഭാഗങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കണ്ട് അവഗണിക്കുന്നു. സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെ മാർ ജോസഫ് പാംപ്ലാനി. സർക്കാർ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണെന്നും ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. കത്തോലിക്ക കോൺഗ്രസിന്റെ തലശ്ശേരി അതിരൂപത നേതൃത്വത്തിലാണ് മാർ പാംപ്ലാനി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. AI-ക്കെതിരായ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും, കുറെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും, കുത്തകകളുടെ ഉൽപാദിക്ക് കരുത്ത് പകരുന്നതാകും AI എന്നും ഗോവിന്ദൻ. കേന്ദ്ര ഭരണത്തിനെതിരെ പാർട്ടി ശക്തമായ സമരം നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. വരുന്ന 15 മുതൽ ഏരിയ കേന്ദ്രങ്ങളിൽ സമരം ആരംഭിക്കും. BJPയെ തോൽപ്പിക്കണമെങ്കിൽ വോട്ടുകൾ ചിഹ്ന ഭിന്നമാക്കരുതെന്ന് 23-ാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമായിരുന്നുവെന്നും MV ഗോവിന്ദൻ. വന്യജീവി ആക്രമണത്തെ സംബന്ധിക്കുന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. ഇത് ഒരു സങ്കീർണമായ സാഹചര്യമാണ്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നും പ്രിയങ്ക. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും ഫലം കണ്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് പുതിയ ദൃശ്യം. അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആഴ്ചകൾക്ക് മുമ്പ് ആനയെ ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചത്. തൃശൂരിലെ ദേശീയപാതയിൽ ബസ്സിടിച്ച് മാൻ ചത്തു. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിലാണ് അപകടം. ദേശീയപാത കുറുകെ കടക്കുകയായിരുന്ന മാനിനെയാണ് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഇടിച്ചത്. കേരളത്തിൽ ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മൂന്നാറിൽ താപനില -ഡിഗ്രിയിലേക്ക്. ചെണ്ടുവാര എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം തണുപ്പ് -1 ഡിഗ്രിയിലേക്ക് എത്തിയത്. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ തണുപ്പാണ് രേഖപ്പെടുത്തിയത്. ഭാര്യയെ കുത്തിക്കൊന്നു. പാലക്കാട് ഉപ്പുംപാടത്ത് ഭാര്യയെ കുത്തിക്കൊന്നു. തോലന്നൂർ സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത്. ഭർത്താവ് രാജനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ ആശുപത്രിയിലേക്ക് മാറ്റി. തോലന്നൂർ സ്വദേശികളായ ഇവർ 2 ആഴ്ചയായി ഉപ്പുംപാടത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. പാറശാലയിൽ +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് പുറകിലെ ബാത്റൂമിൽ. മരിച്ചത് കൊറ്റാമം മഞ്ചാടി കോളനിയിൽ അജിത് ധന്യ ദമ്പതികളുടെ മകൻ നിരഞ്ജൻ. സഹോദരന്റെ ഫിഷ് ടാങ്ക് നിരഞ്ജൻ പൊട്ടിച്ചു എന്നാരോപിച്ച് അമ്മ ശകാരിച്ചിരുന്നു. ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. നിരഞ്ജനെ പാറശാല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
കൊച്ചി പാലാരിവട്ടത്ത് ട്രാൻസ് യുവതിയെ നടുറോഡിൽ യുവാവ് കമ്പിപടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കാക്കനാട് വാഴക്കാലയിൽ താമസിക്കുന്ന ഏഞ്ചലിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. അക്രമത്തിൽ ഏഞ്ചലിന്റെ കൈക്ക് പൊട്ടലുണ്ട്. പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് സംഭവം. പാലാരിവട്ടം പോലീസ് കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെ കേസെടുത്തു. നെയ്യാറ്റിങ്കര വെള്ളറടയിൽ 11 വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ രണ്ടാനച്ഛൻ പിടിയിൽ. പത്തനംതിട്ട സ്വദേശി സുനിൽ കുമാറാണ് പിടിയിലായത് ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലുള്ള അന്വേഷണത്തിനൊടുവിൽ. പ്ലംബിംഗ് തൊഴിലാളിയായ സുനിൽ പീഡനം നടത്തി വന്നിരുന്നത് കുട്ടിയുടെ അമ്മ വീട്ടിൽ ഇല്ലാത്തപ്പോൾ. പിടികൂടിയ പ്രതിയെ ഇന്ന് നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കി. മലപ്പുറം കൊണ്ടോട്ടി മിനി ഊട്ടി റോഡിൽ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ബൈക്ക് യാത്രക്കാരായ കൊട്ടപ്പുറം സ്വദേശികളായ മുഫീദ്, വിനായക് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത്. മൂന്നാർ ഗ്യാപ്പ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 18കാരൻ മരിച്ചത് മലപ്പുറം ചങ്ങനംകുളം സ്വദേശി റാഷിദ്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. കൂടെ യാത്ര ചെയ്ത മറ്റൊരാൾക്കും പരിക്ക്. പാറശാല ബ്ലോക്ക് ഓഫീസിന് നേരെ ആക്രമണം. സെക്രട്ടറിയുടെ ഔദ്യോഗിക വാഹനവും കോൺഫറൻസ് ഹാൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം അടിച്ചു തകർത്ത നിലയിലാണ്. പ്രധാന വാതിൽ പൊളിച്ചായിരുന്നു അക്രമി അകത്ത് കയറിയത്. വെള്ളം നനയ്ക്കാനെത്തിയ തൊഴിലാളികളാണ് സാധനങ്ങൾ തകർന്നു കിടക്കുന്നത് കണ്ടത്. നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അന്തരിച്ച MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. MTയുടെ ചിത്രത്തിൽ മാല ചാർത്തി. കലാരംഗത്തെ മഹത്വം നിറഞ്ഞ വ്യക്തിയായിരുന്നു MT എന്ന് അനുസ്മരിച്ച് സുരേഷ് ഗോപി. വികാരങ്ങളുടെ ഉൾക്കാമ്പിലേക്കാണ് MTയുടെ കലാസൃഷ്ടികൾ ചെന്നെത്തിയതെന്നും കേന്ദ്രമന്ത്രി. വടക്കൻ വീരഗാഥ കാലഘട്ടത്തെ അതിജയിച്ച സിനിമയെന്ന് സുരേഷ് ഗോപി. 28 വയസ്സുള്ളപ്പോഴാണ് അതിൽ അഭിനയിച്ചത്. ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് പുതിയ ഭാവം നൽകിയതാണ് തിയേറ്ററിൽ വീണ്ടും എത്തിയത്. വടക്കൻ വീരഗാഥയിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് മാത്രമായിരുന്നു 4 തലങ്ങളിലെ സ്ത്രീകളാണ് വടക്കൻ വീരഗാഥയിൽ ഉള്ളത്. ഇന്ന് അതുപോലെ സ്ത്രീകളെ വിമർശിക്കാൻ പറ്റുമോ എന്നും സുരേഷ് ഗോപി. അമേരിക്ക എതിർക്കുമ്പോഴും ചൈന മുന്നേറുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചൈനയെ വളഞ്ഞു വെക്കുക എന്ന കാര്യത്തിൽ ബൈഡനും ട്രംപിനും വലിയ വ്യത്യാസമില്ല. വിവിധ രാജ്യങ്ങളിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ സോഷ്യലിസ്റ്റ് ചേരിക്കെതിരായി ശക്തമായി കടന്നാക്രമണമാണ് നടക്കുന്നതെന്നും ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കീഴ്പ്പെടുത്താനുള്ള കടന്നാക്രമണങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടായെന്ന് MV ഗോവിന്ദൻ. പുതിയ രീതിയിലാണ് BJP ഇടപെടൽ. പഴയ രീതിയിലുള്ള ആക്രമണമല്ല നടക്കുന്നത്. ജാതിമത വിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തി ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ഗൗരവകരമായ വിഷയമെന്നും അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ആരും ഗൗരവത്തിൽ എടുക്കാത്തതെന്നും ഗോവിന്ദൻ. കേരളത്തിൽ ഇല്ലാതായ വർഗമാണ് ജന്മി വിഭാഗമെന്നും അത് ഇല്ലാതായതല്ല ഇല്ലാതെയാക്കിയതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കേരളം ഇന്നത്തെ രീതിയിൽ ഉയർന്നു വന്നത് വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ്. EMS സർക്കാർ രൂപപ്പെട്ടത് ആ പോരാട്ടങ്ങളുടെ ഭാഗമായാണെന്നും MV ഗോവിന്ദൻ. ദേശീയ വാർത്ത. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിലേക്ക് കടന്ന് BJP. സംസ്ഥാന ഘടകവുമായി ദേശീയ നേതൃത്വത്തിന്റെ ചർച്ച ഇന്ന്. അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേതെന്ന് നേതാക്കൾ. മോദിയുടെ വിദേശ സന്ദർശനത്തിന് മുൻപ് തീരുമാനമുണ്ടാകുമെന്ന് സൂചന. ഡൽഹി സെക്രട്ടേറിയറ്റിൽ പ്രവേശനത്തിന് കർശന നിയന്ത്രണം. ഫയലുകൾ, മറ്റ് രേഖകൾ, ഇലക്ട്രോണിക്സ് റെക്കോർഡുകൾ തുടങ്ങിയവ കെട്ടിടത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്ന് നിർദ്ദേശം. സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കുള്ള പ്രവേശനത്തിനും നിയന്ത്രണമുണ്ട്. CCTV കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ നക്സലേറ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിരിച്ചടിച്ച സേന 31 നക്സലേറ്റുകളെ വധിച്ചു. ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്തെ വനത്തിൽ രാവിലെ നടത്തിയ നക്സലേറ്റ് വിരുദ്ധ ഓപ്പറേഷന് ഇടയിലാണ് സംഭവം നടന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് നേരെ വെടിവെപ്പുണ്ടായി. തുടർന്നാണ് സേന തിരിച്ചടിച്ചത്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രശസ്തരുടെ കലാപ്രകടനങ്ങൾ തുടരുന്നു. ക്ലാസിക്കൽ നർത്തകി സോണാൽ മാൻസിംഗ്, ഗായകൻ സുരേഷ് വാഡ്കർ, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പത്മശ്രീ മധു മുദ്ഗൽ, നർത്തകൻ ഡോക്ടർ ദേവകിനന്ദൻ ശർമ്മ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഇന്ന് നടക്കും.
9ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിന്റെ 5ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. നവി മുംബൈയിലെ സീവുഡ്സ് മേഖലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഭവം നടന്നത്. ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ 7 മണിക്കാണ് സംഭവം. അന്താരാഷ്ട്ര വാർത്ത. USAID ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ നീക്കം തടയിട്ട് കോടതി. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ജീവനക്കാർക്ക് നിർബന്ധിത അവധി നൽകാനുള്ള തീരുമാനത്തിൽ ഇടക്കാല സ്റ്റേ അനുവദിച്ചു. ഫെബ്രുവരി 14 അർദ്ധരാത്രി വരെ ഒരാഴ്ചത്തേക്കാണ് ഇടക്കാല ഉത്തരവ്. ഫെഡറൽ ചെലവുകൾ മരവിപ്പിക്കാൻ ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുമുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെയും കോടതി വിധികൾ പുറപ്പെടുവിച്ചു. അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ തേടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇനി ഇന്ത്യയിലേക്ക് അടുത്ത ഘട്ടത്തിൽ തിരിച്ചയക്കാനുള്ളത് 488 പേരെ. ബാക്കിയുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ കൂടി നൽകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇലോൺ മസ്കിന് തിരിച്ചടി. ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ എടുക്കാനുള്ള ഇലോൺ മസ്കിന്റെ ശ്രമം തടഞ്ഞു കോടതി. മസ്കിന് കീഴിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിനെയാണ് രേഖകൾ എടുക്കുന്നതിൽ നിന്ന് US ജില്ലാ ജഡ്ജിയായ പോൾ എ എംഗമെൽമേയർ തടഞ്ഞത്. മെക്സിക്കോയിൽ ബസ് അപകടത്തിൽ 41 മരണം. അപകടമുണ്ടായത് ബസ് ട്രക്കിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിന് പിന്നാലെ ബസ്സിന് തീ പിടിച്ചതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. മൃതദേഹങ്ങൾ മിക്കതും തിരിച്ചറിയാനാകാത്ത നിലയിലാണ്. ട്രക്ക് ഡ്രൈവറും അപകടത്തിൽ മരണപ്പെട്ടു. കായിക വാർത്ത. ISLൽ ബംഗളൂരു FC ഇന്ന് ജംഷഡ്പൂരിനെ നേരിടും. മത്സരം രാത്രി 7:30 ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ്. 34 പോയിന്റുമായി ജംഷഡ്പൂർ ലീഗിൽ 3ാം സ്ഥാനത്താണ്. 28 പോയിന്റുമായി ബംഗളൂരു 6ാം. ഫുട്ബോൾ ആവേശം ചോരാതെ രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ വീണ്ടും കളത്തിൽ. കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ 40ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രിയ താരങ്ങളുടെ മത്സരം. തിരുവനന്തപുരത്തെ പോലീസ് മൈതാനത്ത് മത്സരം നടന്നു. ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 305 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ടിനായി ബെൻ ടക്കറ്റും ജോ റൂട്ടും അർദ്ധ സെഞ്ചുറി നേടി. ആദ്യ മത്സരം ജയിച്ച ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കാനായാൽ പരമ്പര സ്വന്തമാക്കാം. പ്രാദേശിക വാർത്തകൾ. പ്രശസ്തമായ പട്ടാമ്പി നേർച്ചയ്ക്ക് ആവേശകരമായ തുടക്കം. ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ പാരമ്പര്യ അവകാശികൾ കൊടിയേറ്റ് നടത്തി. 111ാം നേർച്ചയാണ് ഇക്കൊല്ലം കൊണ്ടാടുന്നത്. കോഴിക്കോട് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വൃദ്ധൻ അറസ്റ്റിൽ. പിടിയിലായത് വിലങ്ങാട് സ്വദേശി 72 വയസ്സുള്ള കുഞ്ഞിരാമൻ. വിദ്യാർത്ഥിനിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടിനകത്ത് എത്തിച്ചാണ് അതിക്രമം നടത്തിയത്. വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയതായി മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗൗരവമുള്ള കേസായിട്ടും പരിചയസമ്പന്നയല്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യപരിശോധന നടത്തിയതെന്നും കമ്മീഷൻ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. താൻ ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലൂടെ ശരിവെക്കപ്പെട്ടിരിക്കുകയാണെന്ന് അതിജീവിത ന്യൂസ് 18നോട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി സുരക്ഷാ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകർക്കെതിരെ കേസ്. പത്തനംതിട്ട ജില്ലാ ലേഖകൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തത്. പോലീസ് അതിക്രമത്തിൽ പരുക്കേറ്റ് ചികിത്സയിലുള്ള യുവതിയുടെ പ്രതികരണം എടുക്കാൻ എത്തിയ ചാനൽ സംഘം സുരക്ഷാ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത ശേഷം വാർഡിൽ അതിക്രമിച്ചു കയറിയെന്നാണ് പരാതി. CCTV ദൃശ്യങ്ങൾ സഹിതമാണ് ആശുപത്രി അധികൃതർ പരാതി നൽകിയത്. സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിന് 3ാം പാദത്തിൽ ലാഭത്തിൽ ഗണ്യമായ ഇടിവ്. വരുമാനത്തിൽ വർധനവുണ്ടായെങ്കിലും മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 27% ലാഭത്തിൽ കുറവ് വന്നത്. 177 കോടി രൂപയാണ് 3ാം പാദത്തിലെ ലാഭം. കഴിഞ്ഞ വർഷം 3ാം പാദത്തിൽ 244 കോടിയായിരുന്നു ലാഭം. യുവജനങ്ങൾക്ക് സംരംഭക മേഖലയിൽ പ്രോത്സാഹനം നൽകുന്നതിനായി യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോ 2025മായി DYFI മാർച്ച് 1-2 തീയതികളിലായി
തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകർ നയിക്കുന്ന ക്ലാസുകൾ, പിച്ചിംഗ് മത്സരങ്ങൾ, വർക്ക്ഷോപ്പുകൾ, എക്സിബിഷനുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കും മവാസോയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോയുടെ ഭാഗമായി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രീ ഇവന്റ് നടന്നു. ഡോക്ടർ ഇജാസ് അഹമ്മദ് കേരള യുവതയും സംരംഭകത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഡിവൈഎഫ്ഐ യൂത്ത് പ്രൊഫഷണൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം അനുദാസ് പങ്കെടുത്തു. മലപ്പുറം രാമപുരം പള്ളിപ്പടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ മദ്രസത്തുൽ ഇസ്ലാമിയ വിദ്യാർത്ഥികൾ ഖുർആൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഏറ്റവും ചെറിയ ഖുർആൻ ഉൾപ്പെടെ പഴയ ഖുർആൻ ഗ്രന്ഥങ്ങളുടെയും പരിഭാഷയുടെയും പ്രദർശനവും ഉണ്ടായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി നൂറുകണക്കിന് പേരാണ് പ്രദർശനം കാണാനെത്തിയത്. 93ാമത് മഞ്ഞനിക്കര പെരുന്നാൾ സമാപിച്ചു. മഞ്ഞനിക്കര മാർ സ്തെഫാനോസ് പള്ളിയിൽ യുഹാനോൻ മോർ മിലിത്തിയോസ് മെത്രോപോലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ധൂപപ്രാർത്ഥനയും റാസയും നേർച്ചവിളമ്പും നടന്നു. 130ാം മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരിയിൽ തുടക്കം. ഒരാഴ്ച നീളുന്ന കൺവെൻഷനിൽ നിരവധി സെമിനാറുകളും ആത്മീയ പ്രഭാഷണങ്ങളും നടക്കും. കൺവെൻഷൻ നഗറിലേക്ക് പ്രത്യേക സർവീസുമായി KSRTC. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമില്ല. തെളിഞ്ഞ കാലാവസ്ഥയെന്നും നിരീക്ഷണം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിവിധ ഇന്ത്യൻ സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കി. കേരളത്തിലേക്കുള്ള മസ്കത്ത്, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, ചെന്നൈ, തിരുച്ചിറപ്പള്ളി, മംഗലാപുരം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. റദ്ദാക്കലുകൾ മാർച്ച് 25 വരെ തുടരും. ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവലിന് ഇന്ന് സമാപനം. സർക്കാർ ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മേളയ്ക്ക് സമാപനമാകും. വിവിധ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി അരങ്ങേറിയിരുന്നു. നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 112ാമത് ഉത്സവത്തിന് ഇന്ന് സമാപനം. ഫെബ്രുവരി 2-ന് ആരംഭിച്ച ഉത്സവമാണ് സമാപിക്കുന്നത്. ഉത്സവ സമ്മേളനം ഇന്നലെ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ശരിയായ രേഖകളില്ലാതെ കേരളത്തിലെത്തിയ 3 ബംഗ്ലാദേശികൾ തിരുവനന്തപുരത്ത് പിടിയിൽ. കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുകയായിരുന്നു. വട്ടിയൂർക്കാവ് പോലീസാണ് പിടികൂടിയത്. 3 പേരും ഉപയോഗിച്ചിരുന്നത് വ്യാജ ID കാർഡ്. ഏജന്റ് മുഖാന്തരം ഇന്ത്യയിലേക്ക് എത്തിയെന്നാണ് പിടിയിലായവർ നൽകിയ മൊഴി. ബംഗ്ലാദേശികളെന്ന സൂചന ലഭിച്ചത് ഒരാളുടെ മൊബൈലിൽ നിന്ന്. മണൽ ഖനനത്തിനെതിരെ കൊല്ലത്ത് CITUവിന്റെ നേതൃത്വത്തിൽ കടലിൽ സമരം. കടൽ സംരക്ഷണ ശൃംഖല CPM നേതാവ് MA ബേബി ഉദ്ഘാടനം ചെയ്തു. കടൽ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നയത്തിന്റെ ഭാഗമാണ് കടൽ മണൽ ഖനനമെന്നും കേരള തീരം ഖനനം ചെയ്യാൻ അനുവദിക്കില്ലെന്നും MA ബേബി പറഞ്ഞു. 100ൽ പരം ബോട്ടുകളിലായി മത്സ്യത്തൊഴിലാളികൾ സമരത്തിൽ. തിരുവനന്തപുരത്ത് മരണവീട്ടിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. മർദ്ദനമേറ്റത് പോലീസിനെ വിളിച്ചുവരുത്തിയ യുവാവിന്. മരണവീട്ടിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ലാത്തി വീശിയതാണെന്ന് പോലീസിന്റെ വിശദീകരണം. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തി ഒരു വടക്കൻ വീരഗാഥ കാണാൻ. ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായരുടെയും നിർമ്മാതാവ് PV ഗംഗാധരന്റെയും ഓർമ്മകളുമായി ഇരുവരുടെയും കുടുംബാംഗങ്ങൾ. ചിത്രത്തിന്റെ സംവിധായകൻ ഹരിഹരനൊപ്പം ആണ് ചിത്രം കണ്ടത്. ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തിച്ചതെന്ന് S-Cube ഫിലിംസിന്റെ സാരഥികളായ ഷനൂഗ, ഷെക്ന, ഷർഗ എന്നിവർ പറഞ്ഞു. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ സന്തോഷമുണ്ടെന്ന് MTയുടെ മകൾ അശ്വതി. കോതമംഗലത്ത് കാട്ടുപന്നി ബൈക്കിലിടിച്ച് യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. പുന്നേക്കാട് കളപ്പാറ സ്വദേശി അഖിൽ രാജപ്പനാണ് പരിക്കേറ്റത്. അഖിൽ കോതമംഗലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത്. റോഡിൽ ബൈക്ക് കണ്ട് പിന്നാലെ വാഹനത്തിൽ വന്നവരാണ് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. മാരക സിന്തറ്റിക് ലഹരി മരുന്നായ MDMAയുമായി 2 പേർ കയ്പമംഗലത്ത് പിടിയിലായത് കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി ഫരീദും ചന്ദ്രാപിന്നി ഈസ്റ്റ് സ്വദേശി സാബിത്തുമാണ്. ഇവരുടെ പക്കൽ നിന്ന് 13 ഗ്രാം MDMA കണ്ടെടുത്തു. വാഹനത്തിന്റെ മലപ്പുറം കൊണ്ടോട്ടിയിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. കോട്ടപ്പുറം കുടികുത്തിപ്പറമ്പ് സ്വദേശികളായ മുഫീദ്, വിനായക് എന്നിവരാണ് മരിച്ചത്. കൊണ്ടോട്ടി മിനി ഊട്ടി റോഡിലാണ് അപകടം. മൃതദേഹങ്ങൾ കൊണ്ടുപോയി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ.
ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് പക്ഷികളെക്കുറിച്ചുള്ള സർവേക്ക് തുടക്കം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ആരംഭിച്ചു. വനത്തിൽ സർവേ നടത്തുന്നത് 5 പേരടങ്ങുന്ന 9 യൂണിറ്റുകൾ. തട്ടേക്കാട് IBയിൽ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവേ ലക്ഷ്യം വെക്കുന്നത് ഫ്രോഗ് മൗത്തിന്റെ വിതരണം, എണ്ണം, കൂട്ടുകൂടൽ, പ്രജനനം തുടങ്ങിയവയെക്കുറിച്ചുള്ള സമഗ്ര പഠനം. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഗുരുവായൂർ ദേവസ്വത്തിന്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി ജോലി നേടിയ അനൂപിനെ പിരിച്ചുവിടണമെന്നും ഇയാൾക്കെതിരെ വഞ്ചനയ്ക്ക് ക്രിമിനൽ കേസ് എടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ACPക്ക് പരാതി നൽകി. സിനിമാ വാർത്തകൾ. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. പൃഥ്വിരാജ് സുകുമാരൻ, ദുൽഖർ സൽമാൻ എന്നിവരുടെ ഒഫീഷ്യൽ പേജിലൂടെയായിരുന്നു പ്രകാശനം. ഇന്ദ്രൻസ്, ജോണി ആന്റണി, രഞ്ജിത്ത് സജീവ്, മനോജ് KU, മഞ്ജു പിള്ള, സംഗീത, മീര വാസുദേവ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഏപ്രിൽ 17 ചിത്രം പ്രദർശനത്തിലെത്തും. ഷെയ്ൻ നിഗം നായകനാകുന്ന എൽ ക്ലാസിക്കോ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി. ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ റോഷ് റഷീദ്. ചെമ്പൻ വിനോദും അനുപമ പരമേശ്വരനുമാണ് മറ്റ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് മീർ സുഹൈലും രോഹിത് റെജിയും ചേർന്നു. വിഖ്യാത ജർമ്മൻ ചലച്ചിത്രകാരൻ വിം വെൻഡേഴ്സ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തലസ്ഥാനത്ത്. ഇന്ത്യയിലെ 7 നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദ റോഡ് ദി ഇന്ത്യൻ ടൂർ പരിപാടിയുടെ ഭാഗമായാണ് സന്ദർശനം. നാളെയും മറ്റന്നാളും കൈരളി, ശ്രീനിള തിയേറ്ററുകളിൽ അദ്ദേഹത്തിന്റെ 18 സിനിമകൾ പ്രദർശിപ്പിക്കും. സൗജന്യ പാസുകൾ ജവഹർ നഗറിലെ ഗോയ്തേ സെൻട്രം ഓഫീസിൽ നിന്ന് ലഭിക്കും. നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന 2ാം യാമം എന്ന ചിത്രത്തിലെ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തി. നേമം പുഷ്പരാജിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താരയാണ്. ഗാനം ആലപിച്ചത് ഗൗരി ലക്ഷ്മി. ഹാസ്യത്തിലൂടെ കുടവയറിന്റെ കഥ പറയുന്ന കുംഭ എന്ന ഷോർട്ട് ഫിലിമിന്റെ ടീസർ പുറത്തിറങ്ങി. നീനാസ് മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും സുദീപ് കുമാറാണ്. ക്യാമറ ഷംസുദ്ദീൻ തണ്ടിലം, എഡിറ്റിംഗ് ദീപു നായർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.